സോ ഗൈസ്, നമ്മുടെ മോഹിനിയാട്ടം എന്ന് പറയുന്ന പടം ഇപ്പൊ റിലീസായിട്ട് ഓൾമോസ്റ്റ് 2 ആഴ്ച കഴിഞ്ഞു. പടം കണ്ടവർക്കറിയാം പടം എത്രത്തോളം കിടിലാന്നുള്ള കാര്യം. എന്റെ ഒരു ഒപ്പീനിയനിൽ മലയാളത്തിൽ ഇന്ന് വരെ വന്നേക്കുന്ന ഡാർക്ക് ഹ്യൂമർ പടങ്ങളിൽ വെച്ച് നോക്കുവാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള പടം തന്നെയാണിത്. പടം സക്സസ് ആയി, പക്ഷെ ഇത്രയും നല്ലൊരു പടമായിട്ട് കൂടി പടം ഡിസേർവ് ചെയ്യുന്ന ഒരു സക്സസ് ആ പടത്തിന് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം വലിയൊരു ഡൗട്ടാണെന്നല്ല, സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടേ ഇല്ല. വാഴ 2 ഇത്ര വലിയ സക്സസ് ആയി നിൽക്കുന്നതുകൊണ്ട് പടത്തിന് നല്ല രീതിക്ക് ഒരു റിലീസ് പോലും കിട്ടിയെന്ന് തോന്നുന്നില്ല. വാഴ 2 എത്രത്തോളം വലിയ സക്സസ് ആയോ അത്രയും തന്നെ ഈ സിനിമയെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സിനിമ ഡിസേർവ് ചെയ്യുന്ന അത്രയും കളക്ഷൻ കാര്യങ്ങളൊന്നും ഈ പടത്തിന് കിട്ടിയിട്ടില്ല. ശരിയാണ്, പടം സക്സസ് ആണ്, പക്ഷേ ഈ പടം ഡിസേർവ് ചെയ്യുന്ന ഇതൊന്നും അല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പടം ഡിസേർവ് ചെയ്യുന്ന ഒരു സക്സസ് ഈ പടത്തിന് കിട്ടാത്തതെന്ന് നമുക്ക് നോക്കാം. അതുകൂടാതെ എനിക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്, അതിപ്പോ പറയാൻ കഴിയില്ല. അപ്പൊ എല്ലാവർക്കും വെൽക്കം. സോ എല്ലാവർക്കും അറിയാമെങ്കിൽ നമ്മുടെ ഭരതനാട്യം എന്ന് പറയുന്ന പടത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് മോഹിനിയാട്ടം. ഇത് സത്യം പറഞ്ഞാൽ ഭരതനാട്യം ഫസ്റ്റ് തിയേറ്ററിൽ ഇറങ്ങി പൊട്ടിയ പടമാണ്. പിന്നീട് OTT ഒക്കെ വന്നപ്പോൾ കുറച്ചൊക്കെ പോസിറ്റീവ് റെസ്പോൺസ് കാര്യങ്ങളൊക്കെ വന്നു. അതായത് നമ്മുടെ ആട് 1 പൊട്ടിയിട്ട് ആട് 2 ഇറക്കിയത് പോലാണ് ഇപ്പൊ മോഹിനിയാട്ടം ഇറക്കിയേക്കുന്നത്. പൊട്ടിയ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഇറക്കുന്നതുകൊണ്ട് തന്നെ പടം തുടങ്ങുന്നതിന് മുമ്പ് താങ്ക്സ് കാർഡിൽ നമ്മുടെ മിഥുൻ മാനുവൽ തോമസിനൊക്കെ നന്ദി പറയുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ആട് ഫസ്റ്റ് പാർട്ട് പൊട്ടിയിട്ടും ആട് 2 ഇറക്കിയതിന്. എന്തൊക്കെയാണെങ്കിലും പടം വേറെ ലെവലാണ്. ബട്ട് ഒത്തിരി ആൾക്കാരൊന്നും പടം കാണുന്നില്ല. സത്യം പറഞ്ഞാൽ അതിന് ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് വാഴ 2വിന്റെ സക്സസ് തന്നെയാണ്. എല്ലാവർക്കും അറിയാം വാഴ 2 ഇപ്പൊ 200 കോടിയൊക്കെ കഴിഞ്ഞ് പോവാണ്. ഇപ്പൊ കേരളത്തിൽ നിന്ന് മാത്രം ഓൾമോസ്റ്റ് 120 കോടിക്ക് അടുത്ത് കളക്ഷനായി. വാഴ ഇത്ര വലിയ സക്സസ് ആയി, ഇത്ര വലിയ ട്രെൻഡിങ് ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും വാഴയാണ് കാണാൻ ചൂസ് ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാരും വാഴ കാണുന്നത് കൊണ്ട് തന്നെ വേർഡ് ഓഫ് മൗത്തും കൂടുതലായിട്ട് വർക്ക് ആവുന്നത് വാഴയ്ക്കാണ്. നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ വാഴ 2ഉം മോഹിനിയാട്ടവും ഓൾമോസ്റ്റ് ഒരു 7 ദിവസത്തെ ഗ്യാപ്പിനാണ് റിലീസ് അയക്കുന്നത്. ആൻഡ് വാഴയ്ക്ക് എത്രത്തോളം പോസിറ്റീവ് റെസ്പോൺസ് കാര്യങ്ങളാണ് വന്നത്, ആ സെയിം ലെവൽ ഓഫ് പോസിറ്റീവ് റെസ്പോൺസ് കാര്യങ്ങളാണ് നമ്മുടെ മോഹിനിയാട്ടത്തിന് വന്നത്. പക്ഷെ റിലേറ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു ഒറ്റ കാര്യം മാത്രമാണ് വാഴ ഇത്രയും വലിയൊരു സക്സസിലേക്ക് കൊണ്ടുപോയത്. ബട്ട് റിലേറ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഒഴിച്ചു നിർത്തിയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ വാഴയിൽ അത്ര സ്പെഷ്യൽ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. എന്താണോ നമ്മൾ വാഴ 1ൽ കണ്ടത് അതുപോലെ ഒരു സിമ്പിൾ സ്റ്റോറി വെക്കുന്നു, നമ്മളെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ചിരിപ്പിക്കുന്നു, സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇമോഷൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നു. പക്ഷെ അതേസമയം നമ്മൾ മോഹിനിയാട്ടത്തിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഈ പടത്തിന്റെ ഫസ്റ്റ് പാർട്ട് ആയിട്ടുള്ള ഭരതനാട്യം എന്ന് പറയുന്ന ഒരു ഫീൽ ഗുഡ് പോലത്തെ പടമാണ്. അപ്പൊ അതുപോലെ ഒരു ഫീൽ ഗുഡ് പടം എടുത്ത് വെച്ചിട്ട് സെക്കൻഡ് പാർട്ട് ഇറക്കുമ്പോഴത്തേന് ടോട്ടൽ ജേണർ ഷിഫ്റ്റ് ഒക്കെ നടത്തി ഒരു ഡാർക്ക് ഹ്യൂമർ വിഭാഗത്തിൽ ഒരു പടം ഇറക്കുക എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് അവർ ചൂസ് ചെയ്തിരിക്കുന്ന ജേണർ വേറെ ഒന്നുമല്ല, ഡാർക്ക് ഹ്യൂമർ ആണ്. ഒന്നാമത്തെ കാര്യം, ഡാർക്ക് ഹ്യൂമർ പടങ്ങളൊക്കെ മലയാളത്തിൽ വരുന്നത് വളരെ കുറവാണ്. ലൈക്ക് ഒരു വർഷം ഓൾമോസ്റ്റ് 200 പടങ്ങളോളം ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടേത്. അവിടെ ഒരു 5 ഡാർക്ക് ഹ്യൂമർ പടം പോലും ഒരു വർഷം ഇറങ്ങുന്നില്ല. ഇത്രയും കുറവാണ് ഇറങ്ങുന്നതെന്ന് മാത്രമല്ല, നമ്മുടെ ഓഡിയൻസ് ആയിട്ട് ഈ ഒരു പടങ്ങൾ കണക്ട് ആകുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. അതായത് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ഡാർക്ക് ഹ്യൂമർ ആയിട്ട് ഇവിടെ വന്ന് ഹിറ്റ് അടിച്ചേക്കുന്ന പടം എന്ന് പറയുന്നത് നമ്മുടെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ സിനിമകളാണ് നമ്മുടെ മരണമാസ്, എക്സ്ട്രാ ഡീസന്റ് ഒക്കെ. ഈ 2 സിനിമയും അത്ര വർക്കാവാത്ത സിനിമകളാണ്. മരണമാസ് പിന്നെയും കുറെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ എക്സ്ട്രാ ഡീസന്റ് എന്ന് പറയുന്ന പടം അത്ര ആൾക്കാർ പോലും കണ്ടിട്ടില്ല. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. വലിയ സംഭവം ഒന്നും അല്ല, വേണം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതാണ് നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഒരു ഡാർക്ക് ഹ്യൂമർ പടങ്ങളുടെ ഒരു അവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഡാർക്ക് ഹ്യൂമർ ജേണർ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ല. ലൈക്ക് പടം കുറച്ചേറെ ഡാർക്ക് ആയി പോയി കഴിഞ്ഞാൽ ഓഡിയൻസിന് കണക്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതേസമയം പടം കുറെ ലൈറ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഡാർക്ക് ഹ്യൂമർ പടം എന്ന് വിളിക്കാൻ പറ്റത്തില്ലല്ലോ, കയ്യിൽ നിന്ന് പോയില്ല പടം. അപ്പൊ ഇത് കറക്റ്റ് ഒരു മീറ്ററിൽ പിടിക്കണം, ലൈക്ക് എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു മീറ്റർ. അതാണ് ഈ പടത്തിൽ അവർ കറക്റ്റ് പിടിച്ചേക്കുന്നത്. ലൈക്ക് പടത്തിൽ ഇവർ കാണിക്കുന്ന ഒരു ഡാർക്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷെ നമുക്കത് ഒട്ടും അത്ര ഡാർക്ക് ആയിട്ട് ഫീൽ ആവത്തില്ല. അതേസമയം പടം ലൈറ്റും അല്ല. അതാണ് ഈ പടത്തിന്റെ പ്രത്യേകത, അതാണ് കറക്റ്റ് വേണ്ടതും. അപ്പൊ ഇത്രയും കിടിലമായിട്ട് എക്സിക്യൂട്ട് ചെയ്തേക്കുന്ന ഒരു പടം തിയേറ്ററിൽ ഇറങ്ങിയ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തു, നല്ല പോസിറ്റീവ് റെസ്പോൺസും വന്നു. ആ പടം സക്സസ്സും ആയി. പക്ഷേ പടത്തിന് ഡിസേർവ് ചെയ്യുന്ന അത്ര കളക്ഷൻ കിട്ടുന്നില്ല. എന്റെ ഒരു ഒപ്പീനിയനിൽ പടത്തിന് ഒരു 50 കോടി കളക്ഷനെങ്കിലും മിനിമം കിട്ടേണ്ടതാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വാഴയുടെ സക്സസ് നല്ല രീതിക്ക് തന്നെ ഈ പടത്തിന്റെ കളക്ഷനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, വാഴ 2 OTT വന്നു കഴിയുമ്പോഴത്തേക്കിന് ഓവർട്ടഡ് ആണെന്ന് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം മോഹിനിയാട്ടം വന്നു കഴിയുമ്പോഴത്തേന് നല്ല പോസിറ്റീവ് റെസ്പോൺസ് വരും. നിങ്ങൾ നോക്കൂ. എന്റെ പ്രഡിക്ഷൻ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് പടത്തിന്റെ ജേണർ തന്നെയാണ്. ലൈക്ക് നമ്മളിപ്പോ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ അത്ര വലിയ പോപ്പുലാരിറ്റി ഉള്ളൊരു ജേണർ അല്ല ഡാർക്ക് ഹ്യൂമർ. അതുകൊണ്ട് തന്നെ ഈ പടം കാണാൻ വേണ്ടിയിട്ട് പലരും ഒരു മടി കാണിക്കുന്നുണ്ട്. ലൈക്ക് അവർക്ക് ഈ പടം കണക്ട് ആകുമോ എന്നുള്ളൊരു സംഭവത്തിൽ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പടം കാണാൻ പോയപ്പോൾ എന്റെ അമ്മയും കൊണ്ടാണ് പോയത്. ആൻഡ് പടം എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടോ അത്രയും തന്നെ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അമ്മ നല്ല പോലെ തന്നെ പടം എൻജോയ് ചെയ്താണ് കണ്ടത്. ഞാനിത് ഇവിടെ പറയാൻ കാരണം വേറൊന്നുമല്ല, എന്റെ അമ്മയ്ക്ക് ഡാർക്ക് ഹ്യൂമർ എന്താന്ന് പോലും അറിയത്തില്ല. അപ്പൊ ഡാർക്ക് ഹ്യൂമർ
എന്താന്ന് പോലും അറിയാത്ത ഒരാൾക്ക് വരെ പടം നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പടം നല്ല രീതിക്ക് തന്നെ കണക്ട് ആവുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവർ കറക്റ്റ് മീറ്റർ ആണ് പിടിച്ചേക്കുന്നത്. പടം ഒത്തിരി ഡാർക്ക് ഒന്നും ആക്കി ആർക്കും മനസ്സിലാക്കാത്ത രീതി ആക്കിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, പടം നല്ല രീതിക്ക് എല്ലാവർക്കും കണക്ട് ആവും. അല്ലാതെ ഈ ഡാർക്ക് ഹ്യൂമർ അറിയാവുന്നവർക്ക് മാത്രമല്ല. അത് മാത്രമല്ല, ഈ പടം ജസ്റ്റ് ഒരു ഡാർക്ക് ഹ്യൂമർ മാത്രമല്ല, ഈ പടത്തിനകത്ത് കുറേ മീം റെഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ റെഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പോരാഞ്ഞിട്ട് ഇവർ ഈ പടത്തിന്റെ ഫസ്റ്റ് പാർട്ടിനെ വരെ ഈ പടത്തിൽ ഊക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം കുച്ചിപ്പുടി ഭരതനാട്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പടം ഇറങ്ങി, 8 നിലയിലാ പൊട്ടിയത്. അതുപോലെ തന്നെ ഈ പടത്തിലെ ബിജിഎംസിൽ കാര്യങ്ങൾ ഫോങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഈ പടത്തിലെ സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ കേൾക്കണം. നമ്മുടെ ഈ ജെൻസിയുടെ കറണ്ട് മീം ട്രെൻഡിങ് ആയിട്ടുള്ള സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ കുറേ കാര്യങ്ങൾ ഈ പടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഡാർക്ക് ഹ്യൂമർ ആണ്, എനിക്ക് വർക്ക് ആവാൻ പോകുന്നില്ല എന്നൊന്നും പറഞ്ഞ് ആരും ഇരിക്കാതിരിക്കുക. നിങ്ങൾ തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മിസ് ചെയ്യുന്നത്. ഈ കുറെ അടി വെടി പടങ്ങൾ മാത്രമല്ല തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലുള്ള പടങ്ങളൊക്കെ നമ്മൾ നല്ല ക്രൗഡിന്റെ കൂടെ ഇരുന്ന് കാണുവാണെങ്കിൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് ഞാൻ എടുത്തു പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, കുറെ ആൾക്കാരൊക്കെ പടം OTT വന്നിട്ട് കാണാന്ന് പറഞ്ഞിരിപ്പുണ്ട്. ഇത് അവരോട് പറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒരു പോൾ ഇട്ടിരുന്നു, മോഹിനിയാട്ടം ആരൊക്കെ കണ്ടു എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ ആ പോളിൽ ഒരു ഓപ്ഷൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, OTT വന്നിട്ട് കാണാന്നുള്ളത്. എന്നിട്ട് ഞാൻ ആ പോളിന്റെ റിസൾട്ട് നോക്കിയപ്പോഴത്തേന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തേക്കുന്നത് OTT വന്നിട്ട് കാണാന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വെറും 10-30 പേര് വോട്ട് ചെയ്തൊരു പോളിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ OTTക്ക് വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെയെങ്കിൽ OTTക്ക് വെയിറ്റ് ചെയ്യുന്ന എത്രത്തോളം ആൾക്കാർ കാണുമെന്നൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക. ഇതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഇങ്ങനെയുള്ള സിനിമകളും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, ഒന്നാമത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇതുപോലത്തെ ഡാർക്ക് ഹ്യൂമർ പടങ്ങളൊക്കെ വരുന്നത് വളരെ കുറവാണ്. വരുന്നത് കുറവെന്ന് പോട്ടെ, നല്ല ഡാർക്ക് ഹ്യൂമർ പടങ്ങൾ വരുന്നത് അതിലും കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ വരുമ്പോഴത്തേന് മാക്സിമം തിയേറ്ററിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. പടത്തിന് മാക്സിമം കളക്ഷൻ കയറട്ടെ, എന്നാൽ മാത്രമല്ലേ പുതിയ ഇതുപോലത്തെ നല്ല സിനിമകൾ വരത്തുള്ളൂ. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും കുറെ പേരൊന്നും പടം കാണാൻ വേണ്ടി പോകുന്നില്ല. ബട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, ആരും പറയുന്നത് കണ്ടില്ല ഇങ്ങനൊരു കാര്യം. അപ്പൊ അറ്റ്ലീസ്റ്റ് ഈ ചാനലിലുള്ള കുറച്ച് പേരെങ്കിലും, ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും അങ്ങനെ ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതാണ്. അതുപോലെ തന്നെ ഉള്ള വേറൊരു കാര്യമായിരുന്നു, പടത്തിന്റെ ഫസ്റ്റ് പാർട്ട് OTTയിലൊക്കെ വന്ന് നല്ല പോസിറ്റീവ് ഒക്കെ കിട്ടിയെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിന് ഇനിഷ്യലി എത്ര വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നല്ലാതെ വലിയൊരു ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പടം ഇറങ്ങിയപ്പോഴും. അതൊക്കെ പടത്തിന്റെ ഇനിഷ്യൽ കളക്ഷനിൽ കാണാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഇനിഷ്യൽ കളക്ഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞതിൽ നമ്മുടെ വാഴ 2 ഒരു ഫാക്ടറാണ്. ബട്ട് എന്തായാലും ഇപ്പൊ പടം കുഴപ്പമില്ലാതെ കളക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടി പോകുന്നുണ്ട്. അത്ര വലിയ കളക്ഷൻ ഒന്നും അല്ല, ഇപ്പോൾ ഓൾമോസ്റ്റ് 30 കോടി എന്തോ ആയെന്ന് എനിക്ക് തോന്നുന്നു. ഈ വാഴ 2ന്റെ സക്സസും അതുപോലെ തന്നെ ഇതിന്റെ ഇടയ്ക്ക് വേറെ സിനിമകളൊക്കെ വന്നു. ബട്ട് എന്നിട്ടും പടം സക്സസ് ആയി, അത് തന്നെ നല്ല കാര്യം. ബട്ട് സ്റ്റിൽ ഒരു 50 കോടി കളക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായേനെ. കാരണം ഈ പടം അത് ശരിക്കും ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാണ്, OTT കാര്യങ്ങളൊന്നും വെയിറ്റ് ചെയ്തിരിക്കാതെ മാക്സിമം എല്ലാവരും പടം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇതുപോലുള്ള പടങ്ങൾ നമുക്ക് ഇനിയും വേണം. ഇതുപോലത്തെ നല്ല പടങ്ങൾ, നോട്ട് പോയി നല്ല പടങ്ങൾ, ഇതുപോലുള്ള നല്ല പടങ്ങൾ ഇനി വരണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇറങ്ങി ഇതുപോലത്തെ നല്ല പടങ്ങൾ നമ്മൾ കണ്ട് വിജയിപ്പിക്കണം. എന്നാലേ ഇനി നല്ല പടങ്ങൾ വരത്തുള്ളൂ. ഇപ്പോൾ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. പടം കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, അതുപോലെ ലൈക്ക് അടിച്ചേക്ക്. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പുതിയ ഫ്രണ്ട്സിനെ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ശരി എന്നാ, ഓക്കെ ബൈ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.